ഗുഡ് ആഫ്റ്റർനൂൺ. സുഖല്ലേ എല്ലാവർക്കും? സുഖാണ് അല്ലേ? ഗണിതത്തിന്റെ 5ാം ക്ലാസ്സിലെ 17ാമത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു അല്ലേ? 17ാമത്തെ ഓൺലൈൻ ക്ലാസ് നമ്മുടെ 3ാമത്തെ പാഠം ഏതാ? ഭാഗം വെക്കൽ അല്ലെങ്കിൽ ഈക്വൽ ഷെയറിംഗ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഭാഗം വെക്കൽ അല്ലെങ്കിൽ ഈക്വൽ ഷെയറിംഗ് വളരെ നല്ല ക്ലാസ്സാണ് നമ്മൾ കണ്ടത് അല്ലേ? എന്താണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടത്, മനസ്സിലാക്കിയത്? എന്താ മോനെ? ഭാഗം വെക്കല് അല്ലേ? ഇവിടെ എന്താ പറഞ്ഞ? ഓരി വെക്ക, ഓഹരി വെക്ക അല്ലേ? അവിടെ എന്താ പറയണ്ടല്ലോ? എന്താ പറയണത്? ഓരി വെച്ചു, വീതം വെച്ചു, അവസാനം അത് എന്താണ്? അത് ഹരണമാണ് അല്ലേ? ഹരണക്രിയ നമ്മൾ നേരത്തെ 4ാം ക്ലാസ്സിൽ ഇത്തിരി പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട് അല്ലേ? നമ്മൾ സങ്കലനം പഠിച്ചു, പിന്നെ വ്യവകലനം പഠിച്ചു, പിന്നെ ഗുണനം പഠിച്ചു, പിന്നെ ഹരണത്തിലേക്ക് പോവുകയാണ് അല്ലേ? നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിൽ പോയി. നിങ്ങൾ പെങ്ങന്മാർക്ക് എന്താ പറയാ? ചേച്ചി എന്ന് പറയും, താത്ത എന്ന് പറയും അല്ലേ? ഞാൻ എൻ്റെ ഒരു താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ 2 കുട്ടികളാണ് താത്താക്കുള്ളത്. അപ്പൊ ഞാൻ അവരെ അങ്കിളല്ലേ, അപ്പൊ എന്നെ കാണുമ്പോൾ അവർക്ക് വല്ലാതെ സന്തോഷമാണ്. എന്തിനാ സന്തോഷം എന്നറിയോ? ഇന്നെ കാണാനില്ല, പിന്നെ ചെല്ലുമ്പോ നമുക്ക് അങ്കിളെ കാണാനായിരിക്കും അല്ലേ? അതുണ്ടാവും. കൂട്ടത്തില് എന്തായാലും ഫ്രൂട്ട്സ് കൊണ്ടുവരും, മിഠായി കൊണ്ടുവരും, എല്ലാം ഉണ്ടാവും. അങ്ങനെയല്ലേ? നമ്മളെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോ അങ്ങനെ തന്നെയാണല്ലോ. ആണ്. അങ്ങനെ ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിൽ ചെന്നപ്പോ 2 കുട്ടികളാണ് താത്താക്കുള്ളത്. ഞാൻ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. കൂട്ടത്തിൽ ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ ചില്ലറ ഇല്ലാഞ്ഞിട്ട് കടക്കാരൻ കുറച്ച് മിഠായി തന്നു. അപ്പൊ ഞാൻ അതിങ്ങനെ നോക്കുമ്പോ 10 മിഠായി ഉണ്ട്. അപ്പൊ 5 രൂപ തരാൻ പ്രയാസമായപ്പോ ഇയാൾ എന്ത് ചെയ്താണ്? 5 രൂപക്ക് 10 മിഠായി കിട്ടുന്നത് തന്നതാണ്. ഏതായാലും ഞാൻ ആ മിഠായി പോക്കറ്റിലിട്ട് താത്താൻ്റെ വീട്ടിൽ പോയപ്പോ അവിടെ എത്തി കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെ എന്നെ കാണാൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോ അവരോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ താത്താൻ്റെ ഒരു കുട്ടി 5ാം ക്ലാസ്സിലാണ്, അടുത്ത കുട്ടി 4ാം ക്ലാസ്സിലാണ്. അപ്പൊ 5ലും 4ലും പഠിക്കുന്ന 2 കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഗണിത ക്ലാസ് ഉണ്ട്, മറ്റു മലയാളം ക്ലാസ് ഉണ്ട്, അതേപോലെ അറബി ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഉണ്ട്, ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് എത്രത്തോളം ഗണിതവുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് അറിയാൻ എന്നവരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് മിഠായിട്ട് ഞാനത് നിങ്ങൾക്ക് 2 പേർക്കും തുല്യമായി ഓരി വെച്ചത്. ഉടനെ ചാടി എണീറ്റിട്ട് 4ാം ക്ലാസ്സുകാരി ആരാന്നറിയോ? പൊന്നു. കാണുന്നുണ്ടോ? 4ാം ക്ലാസ്സുകാരി പൊന്നു പറഞ്ഞു, വേണ്ടങ്ങളെ ഞാൻ ഓരി വെച്ചോളാം. 5ാം ക്ലാസ്സുകാരി സിനു, 5ാം ക്ലാസ്സുകാരി, 4ാം ക്ലാസ്സുകാരി പൊന്നും 5ാം ക്ലാസ്സുകാരി സിനും തമ്മിൽ തർക്കമായി, ഞാൻ ഓരി വെച്ചോളാം. അവസാനം സാധാരണ നമ്മൾ എന്ത് ചെയ്യും? 5ാം ക്ലാസ്സുകാരന് ഏതായാലും ഓരി വെക്കാൻ കഴിയും, 4ാം ക്ലാസ്സുകാരി ഓരി വെക്കട്ടെ അല്ലേ? അങ്ങനെ ഞാൻ അവർക്ക് പൊന്നു 4ാം ക്ലാസ്സുകാരി എൻ്റെ അടുത്തുനിന്ന് മിഠായി എല്ലാം വാങ്ങി. ഞാൻ പറഞ്ഞു, തുല്യമായി ഓരി വെക്കണം, അല്ലെങ്കിൽ തുല്യത തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് കൂടുതൽ സിനുവിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പൊന്നി ഓരി വെക്കാൻ തുടങ്ങി. എങ്ങനെ ഓരി വെച്ചെന്നറിയോ? എങ്ങനെ ഓരി വെച്ച്? ആദ്യം പൊന്നൂനൊന്ന് കൊടുത്തു, പിന്നെ സിനുവിനൊന്ന് വെച്ചു. എത്രണ്ണായി? 2 ഉടനെ തന്നെ
പൊന്നു വേറെന്ത് ചെയ്തു, ഒന്നും കൂടെ പൊന്നുവിന് വെച്ചു, സിന്നുവിനും ഒന്നും കൂടെ വെച്ചു. നോക്കൂ എത്ര എണ്ണായി, 4 എണ്ണായി അല്ലേ. എന്റെ കയ്യിൽ എത്ര എണ്ണം അല്ലേ, 10 എണ്ണം. 10 എണ്ണത്തിന് എത്ര എണ്ണം കുറഞ്ഞു, 4 എണ്ണം കുറഞ്ഞു. ഇനി എത്ര ഉണ്ടാവും, അതെ 6 എണ്ണം ഉണ്ടാവും അല്ലേ. പൊന്നു വേഗം എന്ത് ചെയ്തെന്ന് അറിയോ, ഇവിടെ വീണ്ടും 1 വെച്ചു, ഇവിടെ സിനുവിനും 1 വെച്ചു. ഇപ്പൊ എത്ര എണ്ണായി, ഇവിടെ 3 ആയി, ഇവിടെ 3 ആയി. എത്ര എണ്ണായി, 6. ഇനി ബാക്കിയുണ്ടോ, 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ പൊന്നു ഇങ്ങനെ നോക്കി, കയ്യിലിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 2 എണ്ണം ഇതിലും വെച്ചു, 2 എണ്ണം ഇതിലും വെച്ചു. വേഗം എന്ത് ചെയ്തു അറിയോ, ഇവിടെയും 2 എണ്ണം വെച്ചു, ഇവിടെയും 2 എണ്ണം വെച്ചു. പെട്ടെന്ന് ഒരു വെക്കൽ കഴിഞ്ഞൊരു സന്തോഷം കൂടി. അപ്പൊ ഞാനും പറഞ്ഞു മിടുക്കി അല്ലേ. പൊന്നു 4ാം ക്ലാസ് ശരിയാണ്, മിടുക്കി. തുല്യമായി ഓരി വെച്ചു അല്ലേ. നോക്കൂ ഇവിടെ തുല്യമായി ഓരി വെച്ചപ്പോ പൊന്നൂന് എത്ര കിട്ടി, 5 എണ്ണം കിട്ടി. സിനുവിന് എത്ര കിട്ടി, 5 എണ്ണം കിട്ടി. ഈ 5 നോക്കൂ, ഇവിടെ 5, ഇവിടെ 5. എത്ര എണ്ണമാണ് 5 എണ്ണമായി വീതിച്ചത്, 10 എണ്ണം അല്ലേ. അപ്പൊ എത്ര 5 ഉണ്ട്, 2 5. നമുക്കതിനെ നോക്കൂ, 2 ഗുണം 5 സമം 10 എന്ന് എഴുതാം അല്ലേ. അപ്പോ 2 പേർക്കും ആകെ 10 എണ്ണാണ് ഉള്ളത്. പൊന്നൂന് 5 എണ്ണം കിട്ടി, സിനുവിനും 5 എണ്ണം കിട്ടി അല്ലേ. നോക്കൂ അതിന് നമ്മളിവിടെ 2 ഗുണം 5 സമം 10 കണ്ടല്ലോ. യെസ്, ഞാൻ ചോദിക്കട്ടെ, ഈ 10 എണ്ണം 10 മിഠായി എത്ര പേർക്കാ വീതിച്ചത്, 2 പേർക്ക്. ഒരാൾക്ക് എത്ര എണ്ണം കിട്ടി, 5 എണ്ണം അല്ലേ. നോക്കൂ 10 മിഠായി, നോക്കണേ 10 മിഠായി 2 പേർക്ക് അല്ലേ. ഒരാൾക്ക് എത്ര, ഓരോരുത്തർക്കും ഇതാ കാണണ്ടല്ലോ, ഓരോരുത്തർക്കും 5 വീതം. ഞാൻ ചോദിക്കട്ടെ, ഈ 10ഉം 2ഉം 5ഉം തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. ഇതാ ഈ 10 കാണുന്നുണ്ടല്ലോ, ഈ 2 കാണുന്നുണ്ടല്ലോ, ഈ 5 കാണുന്നുണ്ട് അല്ലേ. എന്താ ഇത് തമ്മിലുള്ള ബന്ധം, 5 2 10, 2 5 10. ഇതാ 5 ഗുണം 2 സമം 10 അല്ലേ. 2 ഗുണം 5 സമം 10. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ഈ സമത്തിനപ്പുറം എപ്പോഴും 10 ആണ്. 5 ഗുണം 2 സമം 10, 2 ഗുണം 5 സമം 10. ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ആർക്കെങ്കിലും, 5നെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോകണം. എന്താ ചെയ്യാ, മിടുക്കൻ എണീറ്റുന്നു അല്ലേ. എന്താ പറയാ, 10 ഹരിക്കണം 2 സമം 5. 10 divided by 2 is equal to 5 അല്ലേ. 10 ഹരിക്കണം 2 സമം 5. ഞാൻ ചോദിക്കട്ടെ, ഈ 2നെ ഞങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയോ, ആർക്കാ കഴിയാ, ആദർശ്. ഓക്കെ, എങ്ങനെ, 10 പറമനെ ഹരിക്കണം 10 divided by 5 is equal to 2. മനസ്സിലായോ. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലായോ. 2 ഗുണം 5 സമം 10 അല്ലേ. 10 ഹരിക്കണം 5 സമം 2, 10 ഹരിക്കണം 2 സമം 5. മനസ്സിലായോ. അപ്പൊ നോക്കൂ, ഇവിടെ ഇത് ഗുണനക്രിയ അല്ലേ. ഇത് ഗുണനക്രിയ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, മൾട്ടിപ്പിൾ ചെയ്തതാണ്. ഇത് മൾട്ടിപ്പിൾ ചെയ്തതാണ്. ദിസ് ഈസ് ഡിവിഷൻ. വാട്ട് ഈസ് ഡിവിഷൻ, ഹരണം അല്ലെ. ഇവിടെ ഹരണമാണ്, ഇവിടെ ഗുണനമാണ്. മനസ്സിലായില്ലേ. അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞ എന്താ, 2 കുട്ടികൾക്ക് 10 മിഠായി തുല്യമായി വീതിച്ചു അല്ലെ. ഈക്വൽ ഷെയറിംഗ് ദി 10 സ്വീറ്റ്സ് ഡിവൈഡഡ് ബൈ 2. മനസ്സിലായല്ലോ.
അപ്പോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ, സിക്കൽ ടു 5. 10 ഡിവൈഡഡ് ബൈ 5 സിക്കൽ ടു 2 അല്ലേ. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും, 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. മനസ്സിലായോ എല്ലാവർക്കും അല്ലേ? അപ്പൊ 2ഉം 5ഉം 10ഉം തമ്മിലുള്ള ആ ബന്ധം ക്ലിയർ ആയല്ലോ. 10 മിഠായി 2 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചപ്പോ 5 വീതം 2 പേർക്കും കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വൈകുന്നേരം തിരിച്ചു പോന്ന് വളരെ സന്തോഷമായി. കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ കുട്ടികളൊക്കെ നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ അങ്ങനെ തിരിച്ചു വന്നപ്പോ എൻ്റെ വീട്ടിൽ 4 കുട്ടികൾ, 4 പേരും 5ാം ക്ലാസ്സുകാരാണ്. എൻ്റെ അയൽവശത്തുള്ള 4 കുട്ടികൾ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താ അവർക്ക് പ്രശ്നം എന്നറിയോ? അവർ ഇന്നലത്തെ ഗണിത ക്ലാസ് ഓൺലൈനിൽ കേട്ടു. അപ്പൊ അവർക്ക് ചില സംശയങ്ങൾ. അപ്പൊ സാറിനോട് വന്ന് ചോദിച്ചാൽ അത് തീരുമല്ലോ എന്ന് വിചാരിച്ച അവര് പുസ്തകവും പേനയും എല്ലാമായിട്ട് സാറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരൊക്കെന്നറിയോ? ഒന്ന് ദാ ആരാണ്? ഒന്ന് അജിൻ അല്ലേ. രണ്ടാമത്തെ ആരാന്നറിയോ? ദാ ആരാ? ബിജിൻ. മൂന്നാമത്തെ ആരാന്നറിയോ? ആരാണ്? സിദാൻ. നാലാമത്തെ ആരാന്നറിയോ? നഷ്വ. 4 കുട്ടികളുണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് സംശയം എന്താ? ഇന്നത്തെ ഗണിത ക്ലാസ് ഈക്വൽ ഷെയറിംഗ്. വാട്ട് ഈസ് ഈക്വൽ ഷെയറിംഗ്? ഭാഗം വെക്കൽ. അതവർക്കറിയാം. പക്ഷേ ക്ലാസ്സിൽ ടീച്ചർ ആദ്യം 56 നെല്ലിക്ക കൊണ്ടുവന്ന് ഇങ്ങനെ ഭാഗം വെപ്പിച്ചത് കണ്ടിട്ടുണ്ട്. 2-3 രീതിയിൽ പല കുട്ടികളും വന്ന് ഭാഗം വെച്ചു. പിന്നീട് വേറെ ഒരു ക്ലാസ്സിൽ, ബി ക്ലാസ്സിൽ, ആമിന ടീച്ചർ 75 നെല്ലിക്ക കുട്ടികൾ ഭാഗം വെച്ചു ക്ലാസ്സിൽ. അപ്പൊ ഇതൊക്കെ പാടുണ്ടായിട്ട് അവർക്കൊരു പ്രയാസം. അത് തീർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അവർ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞു തരും സാറേ, എങ്ങനെയാണ് ഈ ഭാഗം വെക്കൽ? ഇങ്ങനെ ഓരോന്ന് വെക്കുന്നതൊക്കെ കണ്ടു. ഇത് ഓരോന്ന് ഇങ്ങനെ വെച്ച് സംഭവമൊക്കെ കൃത്യമായി, പക്ഷെ അത് മനസ്സിലാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അവർക്ക് സന്തോഷം വരാൻ വേണ്ടി വേഗം അകത്ത് പോയിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികൾ വന്നാൽ ഗണിതമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സന്തോഷത്തിൽ പോകാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മിഠായിയോ ലഡുവോ ഒക്കെ കൊടുക്കും വീട്ടിൽ വരുന്ന കുട്ടിയൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് മിഠായി കൊണ്ടുവച്ചു. ഞാൻ അതിൽ നിന്ന് ഒരു പിടി മിഠായി കൊടുന്ന് ഇവിടെ വെച്ചു. എന്നോട് പറഞ്ഞു, നമുക്ക് അവിടെ ഓൺലൈൻ ക്ലാസ്സിൽ നെല്ലിക്ക വീതിച്ച പോലെ നമുക്ക് ഇവിടെ മിഠായി ഒന്ന് വീതിക്കാം. ആദ്യം നിങ്ങളൊന്ന് ഒരു പിടി കൊടുന്നതാണ്, എത്ര ഉണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ വേഗം നഷ്വ പറഞ്ഞു, സാറേ ഞാൻ എണ്ണാം. നഷ്വ എണ്ണി നോക്കുമ്പോ എത്ര ഉണ്ടെന്ന് അറിയോ? 32 ഉണ്ട്. എത്ര എണ്ണം? 32 മിഠായി ഉണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നഷ്വ തന്നെ ഇതൊന്ന് ഓരി വെക്ക്, എന്നിട്ട് നമുക്കിതൊന്ന് ഈക്വൽ ഷെയറിങ് നമുക്ക് നോക്കാം. 4 പേരുണ്ടല്ലോ, നിങ്ങൾ 4 പേരുണ്ട്. നിങ്ങൾ വേഗം നഷ്വ ഒന്ന് ഈ 4 പേർക്ക് ഇതൊന്ന് ഓരി വെച്ചേ. നഷ്വ എന്ത് ചെയ്തു എന്നറിയോ? വേഗം ഇവിടെ ഒന്ന് കൊടുത്തു, ഓരോന്ന് എല്ലാവർക്കും കൊടുത്തു. എത്ര എണ്ണം പോയി? 4 എണ്ണം പോയി അല്ലേ? 4 എണ്ണം പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 32 മൈനസ് 4 സമം 28 അല്ലേ? ഇനി 28 ഉണ്ട്. വേഗം നഷ്വ എന്ത് ചെയ്തു? വീണ്ടും ഓരോന്ന് എല്ലാവർക്കും കൊടുത്തു. എത്ര എണ്ണം പോയി നോക്കൂ? വീണ്ടും 4 എണ്ണം പോയി. ഇനി എത്ര ഉണ്ട്? 24 ഉണ്ട്. അപ്പൊ നഷ്വക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഈ 2 എണ്ണം കൊടുത്താൽ ഇപ്പൊ അത് വേഗം ആയി കിട്ടൂലല്ലോ. അവൾ എന്ത് ചെയ്തു എന്നറിയോ? ഇതിൽ 3 എണ്ണം ഒന്നിച്ചാണ് കൊടുക്കാൻ തുടങ്ങി.
ഇവിടെ 3 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു, സിദാന് 3 കൊടുത്തു, അവളെടുത്ത് 3 വെച്ചു. ഇപ്പൊ നോക്കൂ, അജിന് എത്ര കിട്ടി? 5. ബിജിന് എത്ര കിട്ടി? 5. 5 5 10. സിദാൻ എത്ര കിട്ടി? 5. മൂന്നാമത്തെ 5 പറഞ്ഞാൽ 15. നശ്വക്ക് എത്ര കിട്ടി? 5. അപ്പൊ എത്ര എണ്ണായി? 20 എണ്ണായി അല്ലേ? 20 എണ്ണം. അപ്പൊ ഈ പുതിയതായിട്ട് എത്ര എണ്ണ കൊടുത്തത്? 3 3 6 6 3 9 9 3 12. 12നെ ഇതിന് വീണ്ടും കുറച്ചു. 4 2 പോയാൽ 2, 2 1 പോയാൽ 1. ബാക്കി എത്ര ഉണ്ട്? 12. നശ്വക്ക് വേഗം പിടികിട്ടി. ഇവിടെ 3 എണ്ണം വീതം കൊടുത്തപ്പോഴാണ് 12 ആയത് അല്ലേ? അവിടെ വേഗം എന്ത് ചെയ്യുന്നു അറിയോ? നശ്വി 3 എണ്ണം എടുത്തു. ഇനി നോക്കൂ, അപ്പൊ എണ്ണം കഴിഞ്ഞു. ഇവിടെ 12 വീണ്ടും ആയി 0 ആയി. അപ്പൊ നശ്വ അങ്ങനെ എണ്ണി. എങ്ങനെ? 1 2 3 4 5 6 7 8. ഇവിടെ 8. സിദാനും 8, നശ്വക്കും 8. അപ്പൊ തുല്യമായി 4 വിധിച്ചെടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി നോക്കൂ എല്ലാരും, ഇനി എല്ലാരും നോക്കിക്കോളൂ. ഞാൻ എത്ര മിഠായിയാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്? 32 മിഠായി. ആ 32 മിഠായിയെ നശ്വ ഓരി വെച്ചല്ലോ, ഭാഗം വെച്ചല്ലോ, വീതം വെച്ചല്ലോ, ഈക്വൽ ഷെയറിംഗ് നടത്തിയല്ലോ. എങ്ങനെ? ഓരോരുത്തർക്കും എത്ര വീതം? 8 വീതം അല്ലേ? ഈ 8 നമുക്കൊന്ന് കൂട്ടാം. 8 + 8 ആരൊക്കെ പറയാൻ പറ്റുക? 16. 16ഉം 8ഉം 16 8 24. 24 8 32 അല്ലേ? എത്ര 8കൾ ചേർന്നതാണ് 32? 1 2 3 4. അജിന്, ബിജിന്, സിദാനും നശ്വി 4 8കൾ ചേർന്നപ്പോ 32 ആയി അല്ലേ? അപ്പൊ 32ൽ എത്ര 8കൾ ഉണ്ട്? 4 8കൾ അല്ലേ? അപ്പൊ ഈ 32ഉം 8ഉം 4ഉം തമ്മിലൊരു ബന്ധല്ലേ? അല്ലേ? 32ഉം 8കളും 8കളുടെ എണ്ണമായ 4ഉം തമ്മിലൊരു ബന്ധമുണ്ടോ? അല്ലേ? ഉണ്ട്. നമുക്ക് അത് നോക്കാം. 8 എത്ര പ്രാവശ്യം? 4 ആൾക്ക് അല്ലേ? അപ്പൊ 8 4 32. ഇത് തമ്മിലൊരു ബന്ധല്ലേ? ഉണ്ട്. എന്താ ബന്ധം? 8 ഗുണം 4 സമം 32 അല്ലേ? 8 ഗുണം 4 സമം 32. ഇനി തിരിച്ച് നമുക്ക് പറയാം, 4 ഗുണം 8 സമം ആരാ പറഞ്ഞത്? അഭിനോ? അതെ. 4 ഗുണം 8 സമം 32 അല്ലേ? ആണ്. എക്സാനെ ഇതെന്താ പറയണത്? ഈ 8നെ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ? അതിനെന്താ ചെയ്യാ? 8നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആർക്കാ പറയാൻ പറ്റുക? 8നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആർക്കാ പറയാൻ പറ്റുക? എന്താ ചെയ്യാ? അഫ്ലാൻ എന്താ പറഞ്ഞേ? 32 ഹരിക്കണം 4 സമം 8. ശരിയാണോ? ശരിയാണോ? നമുക്ക് നോക്കാം അല്ലേ? നോക്കൂ, 32 ഹരിക്കണം അങ്ങനെയാണ് കേട്ടോ. 32 ഹരിക്കണം 4. 32 ഹരിക്കണം 4 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യാ? 3ൽ എത്ര 4 ഉണ്ട് നോക്കും. ഉണ്ടോ? ഇല്ല. അപ്പൊ 32ൽ എത്ര 4 ഉണ്ട് നോക്കണം. എങ്ങനെ ചെയ്യാത്തത്? എങ്ങനെ കിട്ടുക? ഗുണനപ്പട്ടിക അറിയണം അല്ലേ? ഗുണനപ്പട്ടിക അറിയണം. കണക്ക് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് ഗുണനപ്പട്ടിക. 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു 15 വരെയെങ്കിലും ഗുണനപ്പട്ടിക അറിയണം. ഇന്ന് മുതൽ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഗുണനപ്പട്ടിക പഠിക്കാൻ അറിയാത്തവരൊക്കെ 10 വരെ നിർബന്ധമായിട്ടും ഗുണനപ്പട്ടിക പഠിക്കണം. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞ? എനിക്കറിയാമോ? പറയാം മോളെ ചെല്ലിക്കേ. 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32. 8 4 എത്ര? 32. ആ 8ന് നമ്മൾ ഇവിടെ എഴുതും. കണ്ടോ? 8 4 32 ഇവിടെ എഴുതും. കണ്ടോ? 8 ഗുണം 4 സമം 32. 32 32 കുറച്ചാൽ 0. എത്ര ഉത്തരം? ഇതാണ് ഉത്തരം. ഏത്? 8. കണ്ടോ എല്ലാവരും?
കണ്ടില്ലേ? അതേസമയം മറ്റൊന്നും കൂടി നമുക്കുണ്ടല്ലോ. ഏതാണ്? ആ ആ 32 ഹരിക്കണം 8 സമയം എത്ര കിട്ടുന്നതാണ്. എത്ര കിട്ടണം? ആർക്കാ പറയാൻ പറ്റുക? എത്ര കിട്ടണം? 4 കിട്ടണം. ശരിയാണോ? നമുക്ക് നോക്കാം. നോക്കൂ, 32 ഹരിക്കണം 8. ആർക്കാ പറയാൻ പറ്റുക? 8ന്റെ ഗുണനപ്പട്ടിക അറിയണമല്ലോ. ആരെങ്കിലും ഉണ്ടോ? ഓ, ഉണ്ട്. പറഞ്ഞേ. ഒരു 8 8 2 8 16 3 8 24 4 8 4 8 32. ആ 4 എവിടെ എഴുതും? മുകളിൽ എഴുതും അല്ലേ? 4 8 32. 32 32 കുറച്ചാൽ 0. എത്ര ഉത്തരം? 4 അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ? ഷെയറിങ്. ഇതാ എന്റെ മുമ്പില് 4 കുട്ടികളുണ്ട് അല്ലേ? ആ 4 കുട്ടികളോട് ഞാൻ ചോദിച്ചു. ഇതാ നഷ്വയാണ് ഓരി വെച്ചത്, സിദാൻ ഇവിടെ ഉണ്ട്, അജിനും ബിജിനൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? 32 മിഠായിയെ 4 പേർക്കും തുല്യമായി വീതിച്ചു. നഷ്വ എങ്ങനെ വീതിച്ച്? ആദ്യം ഓരോന്നോരോന്ന് കൊടുത്തു, പിന്നെ 2 എണ്ണം വീതം കൊടുത്തു, പിന്നെ 3 എണ്ണം വീതം കൊടുത്ത് വേഗം തീർത്തപ്പോ ഓരോരുത്തർക്കും 8 വീതം കിട്ടി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി 8ഉം 4ഉം 32ഉം തമ്മിലുള്ള ബന്ധം. 32നെ 4 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. 8നെ 4 കൊണ്ട് ഗുണിച്ചാൽ 32 കിട്ടും. 32നെ 8 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. മനസ്സിലായല്ലോ? ആ കുട്ടികൾ വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പോവാൻ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ ആ മിഠായി കൊടുത്തു. അവർ വീട്ടിലേക്ക് നേരെ പോയി. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ആ കുട്ടികളെ സന്തോഷം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉണ്ട് അല്ലേ? ഇനി മറ്റൊരു സംഭവം കൂടി പറയാം. നമ്മൾ സാധാരണ സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മൾ ജൂൺ 1 വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിൽ വരിക അല്ലേ? സന്തോഷത്തോടെ സ്കൂളിൽ വരും. നമ്മൾ തോരണങ്ങൾ തൂക്കും അല്ലേ? നമ്മൾ ബലൂണുകൾ പറപ്പിക്കും അല്ലേ? അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ട് പാടി സ്കൂൾ അസംബ്ലി നടത്തി പിന്നീട് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ വർഷം മനോഹരമായ ഈ ന്യൂ കമേഴ്സിന് അല്ലെങ്കിൽ വെൽക്കം പാർട്ടിയാണ് പുതുതായി സ്കൂളിലേക്ക് വന്ന ആളുകൾ. അങ്ങനെ വെൽക്കം പാർട്ടിയിൽ ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികൾ വന്ന് പാട്ട് പാടുന്നുണ്ട്. അവര് പല സ്കൂളുകളിൽ നിന്ന് വന്നവരാണ് നമ്മുടെ സ്കൂളിലേക്ക്. അപ്പോൾ ഓരോ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ പരിപാടികൾ വളരെ മനോഹരമാക്കണമെന്നുണ്ട്. പോരാത്തത് നമുക്കാണെങ്കിൽ ഈ വർഷം 5 എയും ബിയും സിയും ഡിയും ഉണ്ട്. 4 ക്ലാസ്. ഈ 4 ക്ലാസ്സുകാർ തമ്മിൽ മത്സരം വരും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു 60 മിഠായിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ 150-ലേറെ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ 5ാം ക്ലാസ്. നിങ്ങൾക്കൊക്കെ നിങ്ങളിൽ നിന്ന് മനോഹരമായി പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്ക് ഞാൻ സമ്മാനം തരും. അപ്പൊ ഇവര് എല്ലാരും ചാടി എണീറ്റ് അത് ഞങ്ങൾ വാങ്ങുന്നുള്ള ആവേശത്തിലാണ്. അങ്ങനെ വന്നപ്പോ 5 എക്കാർ വിളിച്ചു പറയുന്നുണ്ട് 5 എക്കാർ വാങ്ങും, ബിക്കാര് പറയാം ബിക്കാര് വാങ്ങും, സിക്കാര് പറയാം സിക്കാര് വാങ്ങും, ഡിക്കാര് പറയണ ഞങ്ങൾ വാങ്ങും. ഇങ്ങനെ തർക്കം വരിക. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. 4 ഗ്രൂപ്പ് ആവട്ടെ. ഏതൊക്കെ? 5A ഒരു ഗ്രൂപ്പ്, 5B വേറൊരു ഗ്രൂപ്പ്, 5C വേറൊരു ഗ്രൂപ്പ്, 5D വേറൊരു ഗ്രൂപ്പ്. 4 ഗ്രൂപ്പ് ആയിക്കോട്ടെ. 4 ഗ്രൂപ്പായിട്ട് എന്തോ നോക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഗണിതത്തിന്റെ സാറാണ്. ഇവിടെ തൊട്ടടുത്ത് ഇംഗ്ലീഷിന്റെ സാറുണ്ട്, തൊട്ടടുത്ത് SS-ന്റെ സാറുണ്ട്, അപ്പുറത്ത് അറബി സാറുണ്ട്. ഓരോരുത്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരൊക്കെ പറയും. ഗണിതത്തിന്റെ സാറായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കാണ് ഗണിത പാട്ടുകൾ അറിയാം? അത് ചൊല്ലുന്നവരെയാണ് എനിക്ക് കിട്ടേണ്ടത്. ഉടനെ തന്നെ 5Aയിൽ നിന്ന് ഒരു കുട്ടി ചാടി എണീറ്റ് പാടുകയാണ്. സാറേ ഞാൻ പാടാം. എന്നാ ഈ പാടിക്കേ. എന്താ പാട്ട് അറിയോ? ABCDEFGHIJK LMNOP LMNOPQRST
UVWXYZ. കുട്ടികൾ ഓർത്ത് ചിരിച്ചു, അത് ഗണിത പാട്ടല്ല. അപ്പൊ ഈ കുട്ടി വിട്ടുകൊടുത്തില്ല. അപ്പൊ കുട്ടി പെട്ടെന്ന് പാടാണ് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പാടാൻ തുടങ്ങി. കുട്ടികൾ വിട്ടുകൊടുത്തില്ല. അപ്പൊ അവൻ വാശി പിടിച്ച് പറഞ്ഞു 1 2 3 4 5 6, ഞാൻ എത്ര വരെ 1000 വരെ ഇങ്ങനെ ചൊല്ലി പറയും. അപ്പൊ ഏതായാലും ആട്ടെ, അവനെ നമ്മൾ അംഗീകരിച്ചു. ആയിക്കോട്ടെ, സംഭവത്തിൽ നമുക്ക് ഓരോരു 5 പോയിന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. 5 ഏക്കാർക്ക് അവന്റെ മിടുക്ക് കൊണ്ട് 5 ഏക്കാർക്ക് 5 പോയിന്റ് കൊടുത്തു. അങ്ങനെ 5 ബിക്കാരൻ വന്നു. ബിയിൽ നിന്നൊരു കുട്ടി വന്നിട്ട് എന്താ ചെയ്തറിയോ? ഒന്നൊന്ന് ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം, രണ്ടൊന്ന് ചൊല്ലുമ്പോൾ കൈ രണ്ടും പൊക്കണം, മൂന്നൊന്ന് ചൊല്ലുമ്പോൾ മൂക്ക് പിടിക്കണം, നാലൊന്ന് ചൊല്ലുമ്പോൾ നാണിച്ചു നിൽക്കണം, അഞ്ചൊന്ന് ചൊല്ലുമ്പോൾ ബെഞ്ചിലിരിക്കണം. ഈ പാട്ടോട് പോലെ എല്ലാവരും ആവർത്തിച്ചു. അത് 1ാം ക്ലാസ്സിലെ പാട്ടാണ്. 1ാം ക്ലാസ് പാട്ടതാണെങ്കിലും ഗണിതപ്പാട്ടാണല്ലോ. ഒന്ന് പഠിച്ചത് ഇപ്പോഴും 4 കഴിഞ്ഞ് 5-ലെത്തിയപ്പോഴും ഓർമ്മ ഉണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തു? അവർക്കും 5 പോയിന്റ് കൊടുത്തു. ഉടനെ തന്നെ 5Cയിൽ നിന്ന് കുറെ കുട്ടികൾ ചാടി എണീക്കാൻ തുടങ്ങി. എന്നിട്ടോ അതിലൊരുത്തം പാടാണ് 1 7 7 അറിഞ്ഞിടണം, 2 7 14 പറഞ്ഞിടണം, 7കൾ 3 ചേർന്നു വന്നാൽ 21 ചൊല്ലിടണം, 4 7 28. അപ്പോഴേക്കും മറ്റു കുട്ടികളൊക്കെ ആർത്ത് കൂടെ ചൊല്ലാൻ തുടങ്ങി. 5 7 35. 7കൾ 6 ചേർന്നു വന്നാൽ ഇങ്ങനെ പാടാൻ തുടങ്ങി. വേഗം ഞാൻ എന്ത് ചെയ്തു? 5 പോയിന്റ് അവർക്കും കൊടുത്തു. ഗുണനപ്പാട്ടല്ലേ, ഒന്നുകൂടി നന്നായി അല്ലേ? ഉടനെ തന്നെ 5 ഡിക്കാരൻ എണീറ്റു. 5 ഡിക്കാരൻ എന്താ പാടിയത് അറിയോ? 5കൾ 5 ചേർന്നാല് അത് 25 ചൊല്ലേണം, 25ൽ ഇങ്ങനെ പാടാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പാട്. 5കൾ 5 ചേർന്നാല് അത് 25 അറിയണം, 25 സംഖ്യയിൽ എത്ര 5 ഉണ്ടെന്ന് പറയണം. ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അതെന്താ? ഹരണം കൂട്ടിയ സംഭവം. ഞാൻ അവർക്കും 5 കൊടുത്തു. മത്സരങ്ങൾ കടുത്തു വന്നപ്പോൾ വീണ്ടും 5ാം ക്ലാസ്സുകാരൻ വന്നു. അവർക്ക് കൊടുത്തു. 5 ബിക്കാര് വന്നു, സിക്കാര് വന്നു, ഡിക്കാര് വന്നു. വീണ്ടും എത്ര പെട്ടെന്ന് മത്സരങ്ങൾ കനത്ത് വരികയാണ്. വീണ്ടും 5 4 ടീമിനും കൊടുത്തു. അപ്പോഴേ കുട്ടികൾ ചാടി അടിക്കാൻ തുടങ്ങി. സാറേ, ഇതിപ്പൊ കൂട്ടണം. എത്ര മിഠായി കയ്യിലുള്ളത്? 60. ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ എത്ര ഉണ്ട്? 15. ഇവിടെ എത്ര ഉണ്ട്? 5 10 15. ഇവിടെ എത്ര ഉണ്ട്? 5 10 15. ഇവിടെ എത്ര ഉണ്ട്? 5 10 15. നോക്കാം. 5 10 15 20. ഒന്നാമത്തെ ട്രിപ്പിൽ നമ്മൾ എത്ര കൊടുത്തു? 20 കൊടുത്തു. 5 10 15 20. രണ്ടാമത് നമ്മൾ എത്ര കൊടുത്തു? അവിടെ നമ്മൾ 20 കൊടുത്തു. 5 10 15 20. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 20 കൊടുത്തു അല്ലേ? നോക്കൂ, ഇനി നമ്മൾ നോക്കേണ്ടത് 15 15 30. 30 15 45. 45 15 60. തീർന്നു. മിഠായി തീർന്നു. ഉടനെ തന്നെ കുട്ടികള് പെട്ടെന്ന് മിഠായി വേണമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് മിഠായി കൊടുത്തു. ഓരോ ക്ലാസ്സിനും 15 വീതം കൊടുത്തു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരൂ. നോക്കൂ, ഒന്നാമത്തേതിൽ എത്ര മിഠായി വന്നത്? ഒന്നാമത്തെ ട്രിപ്പില് 5 എനും ബിക്കും സിക്കും ഡിക്കും കൊടുത്തപ്പോ എത്ര 20 അല്ലേ? ആകെ എന്റെ കയ്യിലുള്ളത് 60. 60ൽ നിന്ന് 20 പോയപ്പോ എന്റെ കയ്യിൽ ഇനി എത്രയുള്ളത്? 40 അല്ലേ? ആ 40ൽ നിന്ന് രണ്ടാം തവണ നോക്കൂ, 5 10 15 20 പോയി. ബാക്കി എത്ര ഉണ്ടായിരുന്നത്? 40 20 പോയപ്പോ 20. പിന്നെ എന്റെ കയ്യിൽ 20 ഉണ്ടായിരുന്നു.
ആ 20-ൽ നിന്ന് നോക്കൂ 5 10 15 20 20 പോയി. അപ്പൊ എത്രയുള്ളത്? എല്ലാം തീർന്നു. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുക, ഈ 3 20 കൂടിയപ്പോ എത്രയായി? 60. നോക്കൂ, 3 ഗുണം 20 സമം 60. ഇത് തമ്മിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും കൂടെ നോക്കണം. 3 ഗുണം 20 സമം 60 അല്ലേ? ഇനി വേറൊന്നും നോക്കൂ, 20 ഗുണം 3 സമം 60. കണ്ടോ എല്ലാരും? കണ്ടോ? യെസ്. നമുക്കിതൊന്ന് മായ്ക്കാം അല്ലേ? നോക്കൂ, നമ്മൾ ഈ ബന്ധങ്ങൾ നോക്കുകയാണ്. 3 ഗുണം 20 സമം 60. പിന്നെ 20 ഗുണം 3 സമം 60 അല്ലേ? ഇനി നമ്മൾ ഇതിനെ നേരെ തിരിച്ച് എന്നിങ്ങനെ 60 ഹരിക്കണം 20 സമം 60 ഹരിക്കണം 20 സമം എത്ര കിട്ടും? 3 കിട്ടും. ഇനി 60 ഹരിക്കണം 3 സമം എത്ര കിട്ടണം? 60 ഹരിക്കണം 3 സമം 20. നോക്കൂ, നമുക്ക് നോക്കാം. 60 ഹരിക്കണം 3 നല്ലോണം നോക്കണം. 60 ഹരിക്കണം 3 എങ്ങനെ ചെയ്യാ? 60-നെ 3 കൊണ്ട് ഹരിക്കണം. എന്താ ചെയ്യാ? ആദ്യം ഇങ്ങോട്ട് നോക്ക്. 6-ൽ എത്ര 3 ഉണ്ട്? 6-ൽ എത്ര 3? 1 3 3 2 3 6. ആ 2 ഇവിടെ എഴുതി. 2 ഇവിടെ എഴുതി. കണ്ടോ? 2 ഇങ്ങോട്ട് ഗുണിക്കണം. ഇങ്ങോട്ട് നോക്കണം. 2 3 6. എന്നിട്ട് എന്ത് ചെയ്യാം? 6-ൽ നിന്ന് 6 കുറച്ചാൽ 0. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്. ഇങ്ങനെ 0 ഒറ്റക്ക് വന്നാൽ അതിനെ താഴേക്ക് എഴുതരുത്, മുകളിലേക്ക് എഴുതും. 20. 60-നെ 3 കൊണ്ട് ഹരിച്ചു. 60-നെ 3 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടി. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി നോക്കുക, നമ്മൾ മറ്റൊന്ന്. നമ്മൾ ഓരോ ഗ്രൂപ്പിനും എത്രണ്ണം വീതാ കിട്ടിയത്? 15 എണ്ണം വീതം അല്ലേ? 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 എത്ര? 15 പ്ലസ് 15. നമുക്കിവിടെ കൂട്ടിയോ അല്ലേ? 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 കാണുന്നുണ്ടോ? കൂട്ടിക്കേ. 5 10 15 20. 20ക്ക് 0. ബാക്കി 2. ശിഷ്ടം 2. 2 1 3 4 5 6. 4 15 60. ഇത് നമുക്ക് 4 15 4 പ്രാവശ്യം 15-നെ കൂട്ടുന്നതിന് പകരം 4 കൊണ്ട് 15-നെ ഗുണിച്ചാൽ മതി. ഓക്കെ. 15 ഇൻറ്റു 4. 15 ഇൻറ്റു 4 എത്ര? 15 ഇൻറ്റു 4 നോക്കണം അല്ലേ? 15 ഗുണം 4 കാണുന്നുണ്ടോ? ഗുണന അറിയാത്തൽ നോയിക്കോളൂ. എന്ത് ചെയ്യും? 4 ഗുണം 5 കണ്ടോ? 4 ഗുണം 5 4 5 20ക്ക് 0. ബാക്കി ശിഷ്ടം 2. 4 1 4 4 2 6. 60 അല്ലേ? 60 കിട്ടി. ഇനി നോക്കൂ, 15-ഉം 4-ഉം 60-ഉം തമ്മിലുള്ള ബന്ധാണ് നമ്മൾ കണ്ടെത്തുന്നത്. 15-ഉം 4-ഉം 60. ആർക്കാ ബന്ധം പറയാൻ പറ്റുമോ? യെസ്, പറഞ്ഞോളൂ. എന്താണ്? 15-നെ പറയും. 15-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും. പിന്നെയോ 4-നെ 15 കൊണ്ട് ഗുണിച്ചാലും 60 കിട്ടും അല്ലേ? പിന്നെന്താ? 60-നെ എങ്ങനെ ഹരിക്കുക? 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 15 കിട്ടണം. നോക്കാം. 60-നെ 4 കൊണ്ട് ഹരിക്കുക അല്ലേ? 60 ഹരിക്കണം 4 കാണുന്നുണ്ടോ? പറഞ്ഞേ എങ്ങനെ? 6-ൽ എത്ര 4 ഉണ്ട്? 6-ൽ എത്ര 4? യെസ്, 1. ആ 1 ഇവിടെ എഴുതി. കണ്ടോ? 1 4 ഗുണിക്കണം. 1 4 4. ഇനി എന്താ ചെയ്യാ? 6-ന്ന് 4 കുറയ്ക്കുക. 6 4 കുറച്ചാൽ 2. ഇനി എന്താ ചെയ്യാ? ആർക്കാ പറയാൻ പറ്റുക? എന്താണ്? 0 ഇറക്കി എഴുതുക. ഇനിയോ 20-ൽ എത്ര 4 ഉണ്ട്? 20-ൽ എത്ര 4 ഉണ്ട്? 1 4 4 എന്ന് അറിഞ്ഞിടണം.
2 4 8 3 4 12 4 4 16 5 4 20 5 എവിടെ എഴുതും മോളിൽ 5 5 4 കുടിക്കട്ടോ 5 4 20 20 പോയ 0 എത്ര ഉത്തരം കിട്ടിയേ 15 ദാ 60 ഹരിക്കണം 4 സമം 15 ഓക്കെ അല്ലേ അടുത്തത് 60 ഹരിക്കണം എത്ര 15 60 ഹരിക്കണം 15 നോക്കൂ 60 ഹരിക്കണം 15 അറബിയിൽ എത്ര 15 ഉണ്ട് എത്ര 15 ഉണ്ട് എത്ര ഗ്രൂപ്പ് ആയിരുന്നു നമ്മള് 5 A B C D 4 അല്ലേ നോക്കൂ 4 4 5 20 0 ബാക്കി 2 4 1 4 4 2 6 അപ്പോഴോ 4 15 60 60 ഹരിക്കണം 15 സമം 4 മനസ്സിലായോ ക്ലിയർ ആയോ അപ്പൊ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇതിൽ അവസാനം ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ എന്ത് പഠിച്ചു 4 ക്ലാസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ ഓരോ ക്ലാസ്സിനും 15 വീതം കിട്ടി 60 ആയിരുന്നു ഉണ്ടായിരുന്ന സമ്മാനങ്ങൾ 4 15 60 then 4 into 15 is equal to 60 4 into 15 സമം 60 പിന്നെയോ 15 into 4 is equal to 60 15 into 4 സമം 60 then 60 divided 4 is equal to 50 60 ഹരിക്കണം 4 സമം 15 then 60 divided 15 is equal to 4 60 ഹരിക്കണം 15 സമം 4 മനസ്സിലായോ ബന്ധങ്ങൾ മനസ്സിലായി ഹരണം മനസ്സിലായോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഈക്വൽ ഷെയറിംഗ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ഭാഗം വെക്കൽ ഈ സംഭവങ്ങളിലൂടെ ഭാഗം വെക്കൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഷെയറിംഗ് എന്താന്ന് മനസ്സിലായി ഇത് പല രൂപത്തിൽ നമ്മൾ ഭാഗം വെക്കുമെങ്കിലും അവസാനം ഇത് എത്തിച്ചേരുന്നത് എന്തിലാണ് ഡിവിഷൻ അല്ലേ അല്ലെങ്കിൽ എന്തിലാണ് എത്തിച്ചേരുന്നത് ഹരണത്തിലാണ് എത്തിച്ചേരുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ ആയിക്കോട്ടെ അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തരികയാണ് പേജ് നമ്പർ 35 പേജ് നമ്പർ 35 ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എല്ലാവരും അത് കിട്ടിയ ഉടനെ തന്നെ നന്നായി ശ്രദ്ധിച്ച് അത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം ഓക്കെ റെഡിയാണോ ഓക്കെ എല്ലാവരും കൈയടിച്ച്